ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓണത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മളുടെ റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം, ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് എന്താണ്. ദ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. നിങ്ങളിൽ ഒളിഞ്ഞിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ ഹിഡൻ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം റിവീലായി വരുന്ന ഒരു എനർജിയാണ്. ഇത് നിങ്ങൾക്കുള്ളതുമാകാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടാത്ത, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത എന്തോ ഒരു കാര്യം, അറിയേണ്ടാത്തതല്ല, നിങ്ങൾ നേരത്തെ അറിയാത്ത എന്തോ ഒരു കാര്യം, ഒരു രഹസ്യം അത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ കുറേ കാലം മുന്നേ നടന്ന എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം. അത് മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളെ അത് അറിയിക്കാതിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചുള്ള ഒരു രഹസ്യമായിരിക്കാം. അത് ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് കിട്ടിയത്. മാത്രമല്ല, നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തികളുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടാക്കിയേക്കാം നേരത്തെ, പക്ഷെ നിങ്ങളത് വിശ്വസിച്ചിരുന്നില്ലായിരിക്കാം. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ അതുമായിട്ട് കണക്റ്റ് ആക്കുന്നുണ്ട്. ആ പാസ്റ്റിൽ നടന്ന സംഭവങ്ങളും ആ ഒരു സ്വഭാവ മാറ്റവും ഒക്കെ നിങ്ങളത് കണക്റ്റ് ആക്കുന്നുണ്ട്. അപ്പം ഇതിലെന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു നേരത്തെ, പക്ഷെ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പാസ്റ്റിൽ സംഭവിച്ചത്. ചിലപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു ഗോസിപ്പാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് ചെയ്ത ഒരു ചീറ്റിംഗ് ആകാം, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സൈക്കിക് എബിലിറ്റി ആകാം. അത് കുറച്ചുകൂടി നിങ്ങൾ അത് തേച്ച് വിനുകി എടുക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ജന്മ ഉദ്ദേശം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ്. നോക്കാം ഇനി എന്താണ്. എംബ്രസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്കാണ് എന്നുള്ളതാണ്. ഇപ്പം പാസ്റ്റിൽ നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പാസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മുടിയൊക്കെ വളരെ ഭംഗിയായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു ഓണം ഫംഗ്ഷനൊക്കെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആയിരുന്നത് നിങ്ങളായിരിക്കാം. നിങ്ങൾക്കൊരു സെക്ഷൽ ഒരു അട്രാക്ഷൻ, അങ്ങനെ ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ്. കാരണം അത്രയും അങ്ങനത്തെ ഒരു രൂപം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. കാരണം അതിൽ മറ്റുള്ളവർക്ക് തോന്നുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അത്രയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു രൂപം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിനോ അല്ലെങ്കിൽ തലമുടി ഒക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ചെയ്തേക്കാം. അങ്ങനെയുള്ളൊരിതും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ ഈ ഒരു സമയം ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം നിങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും വേണം എന്നൊക്കെ ഉള്ള ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം ഇതിൽ. പിന്നെ ഇതിൽ കുറേ നന്മകൾ ചെയ്ത ആൾക്കാരുടെ എനർജിയാണ്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് സൗന്ദര്യം പോരാന്ന് പറഞ്ഞ് നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ ഇപ്പം നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ ഒരു മെസ്സേജ് വന്നത്.
പാസ്റ്റിൽ നിങ്ങൾക്ക് കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളെ കാണാൻ കൊള്ളൂല, നിങ്ങൾക്ക് കാണാൻ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ട് പോയ ആൾക്കാരാണ്. അവരിപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ഇടയ്ക്ക് നിങ്ങളെ കാണുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും മാറിപ്പോയി, അത്രയും ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒരു ഫെമിനൈൻ എനർജി ശരിക്കും ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മൾ ശരിക്കും ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് ഒരു വളരെ ഹീലിംഗ് പവറുള്ള ഒരു എനർജിയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ത്രീ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിനകത്ത്. ഒരു ചതിയിൽ പെട്ടുപോയ ആൾക്കാരുടെ എനർജി ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും, ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സഹായമായിട്ട് ആരെങ്കിലും വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇതിൽ. ചിലപ്പോൾ നിങ്ങളെ പണ്ട് ചീറ്റ് ചെയ്തു പോയ ഏതെങ്കിലും ആൾക്കാർക്ക് നിങ്ങളെ കൊണ്ടൊരു സഹായം വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. കാരണം നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതോ നിങ്ങളെ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചിട്ട് പോയ ആൾക്കാർക്ക് ഈ ഒരു സമയം അവര് അതിന്റെ കർമ്മഫലം അനുഭവിക്കുന്നു. പക്ഷെ അത് ആ ഒരു സമയം നിങ്ങൾ ആ ഒരാളിന് സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നൊരു തോന്നല് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്കാണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു അത്രയും ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരോ ഒരാൾ വരുന്നു എന്നുള്ളതാണ്. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നമ്മൾ വിതച്ചത് കൊയ്യും എന്നൊക്കെ പറയുന്ന ഒരു സമയമാണിത്. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ്. ഭാഗ്യവും പിന്നെ ദൈവാധീനവും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. എന്ത് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, അതിന്നൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ്. ലക്ക് ഇന്ന് നിങ്ങളുടെ ഭാഗത്താണ് എന്നുള്ളത് വളരെ സൗഭാഗ്യമാണ്. ഭാഗ്യം ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് കുറച്ച് മൃഗങ്ങളോടൊപ്പമൊക്കെ ഇരിക്കാൻ നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചില ആൾക്കാർ പുതിയ പെറ്റിനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നത് നമ്മളുടെ പെറ്റ്സ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ഇതിൽ കാണുന്നത്. അവർക്ക് പെറ്റ്സിന് തീറ്റയൊക്കെ കൊടുത്ത് അവരോടൊപ്പം ഇരിക്കുന്ന ഒരു സമയമാണ്. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് നിങ്ങളെന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ നേരത്തെ നടക്കാത്ത എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഒന്നേന്നത് ചെയ്യാൻ ശ്രമിക്കുന്നു. പലരും നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ പഴയ ഇഷ്ടങ്ങൾ നിങ്ങൾ വീണ്ടും ഒന്നേന്ന് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ജഡ്ജ്മെന്റ് ആണ് ഇത്. ഇടയ്ക്ക് വീണ്ടും ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഡോൾഫിൻ എന്ന് പറയുമ്പം വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു ജീവിയാണ്. നമുക്കതിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇന്ന് നിങ്ങളൊരു ഡോൾഫിൻ്റെ പുറത്ത് കയറി പോകുന്ന പോലത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. കാരണം അത്രയും സന്തോഷത്തിൻ്റെ അത്രയും പീക്കിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെ ആകണം എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അപ്പിയറൻസ് കണ്ടിട്ടായിരിക്കണം. നിങ്ങളെപ്പോലെ ആയെങ്കിൽ ഫുള്ളി നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കോപ്പി ചെയ്യാൻ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വസ്ത്രധാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം, നിങ്ങളുടെ സംസാരമായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു ഇതായിരിക്കാം, നിങ്ങളുടെ ഹെയർ സ്റ്റൈലായിരിക്കാം. ഇതൊക്കെ മറ്റുള്ളവരും അതുപോലെ ചെയ്യണം. അല്ല, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കാം. അതൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെപ്പോലെ തന്നെ വേണം അങ്ങനെ ചെയ്തെങ്കിൽ എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. കാരണം നിങ്ങൾ വളരെ കൂളായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയം മറ്റുള്ളവർക്ക് തോന്നും നിങ്ങളെ പോലെ ഇരിക്കാൻ പറ്റിയെങ്കിൽ വളരെ കൂളായിട്ട്, വളരെ സന്തോഷത്തിൽ. ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ആ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കാതെ അങ്ങനെ വളരെ ഹാപ്പിനെസ്സിൽ ഇരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് കുറേയധികം ആൾക്കാരും. അപ്പോൾ കുറേ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഒരു വിജയമുണ്ടായി എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തുമെന്നോ, നിങ്ങൾക്ക് ഇത്രയധികം ഒരു വിജയം ഉണ്ടാവുമെന്നോ, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെന്നൊന്നും ഒരിക്കലും പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പാസ്റ്റിൽ നിങ്ങൾ കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും സ്ട്രഗിൾ വന്നത്, എന്താണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കൊരു പാഠം ഉണ്ടായിരിക്കും. കാരണം പാസ്റ്റിൽ നിങ്ങൾ വിചാരിക്കുന്നു എന്തിനാണ് ഇത്രയും അധികം സ്ട്രഗിൾ എനിക്ക് തന്നെ, എനിക്ക് പറ്റണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ അത് കടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു സ്ട്രഗിൾ നല്ലതായിരുന്നു, ആ ഒരു പെയിൻ നല്ലതായിരുന്നു, അതിൽ നിന്നും എനിക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി, എന്നെ കുറെ സ്ട്രെങ്തനാക്കി, എന്നെ സ്പിരിച്വലാക്കി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നമ്മൾ കരുതിയിരുന്ന ആൾക്കാർ അവർക്ക് നമ്മൾ പ്രിയപ്പെട്ടതല്ല എന്ന് തോന്നുന്ന സമയം നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷേ ആ ഒരു അവിടെ നിന്ന് നമ്മളൊന്ന് മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ നമ്മളതൊന്നും ഇതിങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളൊരു ചിന്തയും കൂടെ നമുക്ക് വരും. അപ്പം നമ്മൾ ഫ്രീ ആയി എന്നുള്ളതാണ്. അവരെ കുറിച്ചുള്ള ഓർമ്മകളില്ല, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പെയിൻ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ, കുറേ ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ. അവരെന്തോ ചെയ്യട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ബോധേഡ് അല്ല എന്നുള്ളതാണ്. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ വേറെ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളുണ്ട്, നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത്, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തു, അയ്യോ അവരങ്ങനെ ചെയ്തല്ലോ, എന്നാലും എന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ നമ്മളുടെ ഈ ഒരു ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതില് ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റോ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചിലപ്പം ഇതൊരു അറേഞ്ച്ഡ് മാരേജിന്റെ ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിന്റെ സമയമായിരിക്കാം. നിങ്ങൾ വളരെ ഹാപ്പിയാണ്, കുറേയധികം ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഇന്നത്തെ ദിവസം സാധ്യമാകുന്നു എന്നുകൂടി പറയാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കാം, അതിൻ്റെ ആയിരിക്കാം. ഹാങ്ഡ് മാനാണ് ഇതിൽ. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്, ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പെയിൻ, ഇതിനകത്ത് ഒരു 3 ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു പെയിൻ നിങ്ങളെ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ പുറകോട്ട് വലിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു പെയിനിൽ നിന്നും നിങ്ങൾ കടന്നുപോയി നിങ്ങളിപ്പം വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു പെയിനൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ സംതിങ് സ്പെഷ്യൽ ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് ഇപ്പം. കാരണം അത്രയും വലിയ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടന്നപ്പോൾ നിങ്ങൾക്ക് ഇനി പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഇതിൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിന്റെ ഒരു സമയമാണ് കേട്ടോ. ഈ ഒരു സമയം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ്. നിങ്ങൾക്ക് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. ഫിസിക്കലായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരിക്കാം. ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതില്. നിങ്ങൾ
നിങ്ങൾ വേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഉള്ള ഒരു കാര്യം, ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതിലുപരി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിനെ കുറിച്ച്, ചിലപ്പോൾ അത് ഒരു വീടോ ഒരു പ്രണയമോ ഒക്കെ ആകാം, അതിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നൊരു സമയമാണ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്ന് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതിൽ നെഗറ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉള്ള കാര്യത്തെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ്. 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇതിൽ. പാരമ്പര്യമായിട്ട് കിട്ടിയ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അത് ഈ ഒരു സമയം നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇത് അമ്മയുടെ വഴിയിൽ നിന്നുള്ളതായിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള എന്തോ ഒരു സംഗതി, ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനർജിയാണ്. പിന്നെ അത് ചിലപ്പോൾ അതൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങും ആയിരിക്കാം. നിങ്ങളുടെ മരിച്ചുപോയ ഏതെങ്കിലും ഒരു ആൻസസ്റ്റർ, അവർ വഴി ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം. അവരുടെ ബ്ലെസ്സിങ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. നിങ്ങളുടെ ചിലപ്പോൾ ഇത് അമ്മയുടെ അമ്മയോ അവരുടെ അമ്മയോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ വളരെ ഭക്തിയുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ നിന്ന് ശരിക്കും ഒരു നല്ല ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മ അത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, നിങ്ങളായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്കായിരിക്കും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, നിഗൂഢമായ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അറിവ് കിട്ടി എന്നുള്ളതാണ്. നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആരെങ്കിലും ചെയ്ത്, നിങ്ങളുടെ കുടുംബത്തിലാരെങ്കിലും, ചിലപ്പോൾ അത് നമ്മളുടെ ഈ അമ്മയുടെ അമ്മ തന്നെ ആയിരിക്കണം എന്നില്ല, നമ്മളുടെ പിതൃക്കൾ ആരെങ്കിലും ചെയ്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത്. ചിലപ്പോൾ അത് ഉപാസന പോലത്തെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് ഫോർ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിനകത്ത്. ഒരു മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും ഇന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ കാം ആൻഡ് കൂൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. കുറേ ഉറങ്ങണമൊക്കെ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങൾ ചിലപ്പം ഇന്ന് പോകേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, നിങ്ങളിന്ന് ഒരു ഫംഗ്ഷനൊക്കെ പങ്കെടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ അതിന്നൊക്കെ ഒഴിഞ്ഞതൊന്നും പോകാതിരുന്നെങ്കിൽ, എനിക്ക് വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയെങ്കിൽ, മറ്റുള്ള ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ തോന്നുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം. ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലേക്ക് എത്തിയ ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, പാസ്റ്റിൽ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത്, എന്താണോ നിങ്ങളിൽ ഇല്ലാതിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം അത് ചിലപ്പം ഒരു ദൈവാധീനം ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇന്ന് നിങ്ങളൊരു വിന്നറാണ് എന്നുള്ളതാണ് കാണുന്നത്. എല്ലായിടത്തും ഒരു വിജയിയുടെ ഒരു ഭാവമാണ് നിങ്ങൾക്കുള്ളത്. എംബററിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതും അങ്ങനെയാണ്. ഇത് അധികാരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഈഗോ കളഞ്ഞ് നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട്, ഹമ്പിളായിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാം ആയല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. കാരണം ഇന്ന് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ പോലെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താം, അല്ലെങ്കിൽ നിങ്ങളൊരു ടീം ലീഡർ ആകാനുള്ളൊരു അവസ്ഥയുണ്ട് ഇന്നത്തെ ദിവസം. ചിലപ്പോൾ നേരത്തെ അത് മാറ്റി വെച്ചിരുന്നതായിരിക്കും, നിങ്ങൾക്ക് തരണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇന്ന് അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ചില ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.